ഹായ്, എല്ലാവർക്കും നമസ്കാരം. മനൂസ് മിറാക്കിൾ. നമ്മളിന്ന് മൃദംഗം, തബല, പല ചൊല്ലുകൾ. നമ്മൾ ഇതിൽ ഈ സംഗീതത്തിൽ ഇപ്പോൾ ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ സ്വരങ്ങൾ, സ്വരസ്ഥാനങ്ങളുണ്ട്. അതുപോലെ മൃദംഗത്തിലെ തബലയിലൊക്കെ അതിൻ്റെ പിന്നിൽ താളങ്ങൾ നമ്മൾ ഈ ചൊല്ലുകളായിട്ട് വായ കൊണ്ട് പറയുന്നു അല്ലേ? കുറച്ച് ചൊല്ല് നമുക്കറിയില്ലേ? അറിയാം. നമുക്ക് പരമാവധി അത് അറിയുന്നതൊക്കെ ഷെയർ ചെയ്യാം, എല്ലാവരും കേൾക്കട്ടെ അല്ലേ? നമ്മളിപ്പോൾ ഞാനൊരു മൃദംഗത്തിൻ്റെ ഒരു ചൊല്ല് പറയാം. തബലേൻ്റെ ചൊല്ല് നീ പറയാം. തരികിടുതോ 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 ദിന്നാ തരികിടുതോ ദിന്നാ തരികിടുതോ ദിന്നാ തരികിടുതാ ദിനക്ക് ദിനക്ക് തക്ക് ദിനക്ക് ദിന ദാ തരികിടനക്ക് 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 തരികിടതക്ക് നക്ക് തരികിടതാ ദിനക്ക് ദിനക്ക് തക്ക് ദിനക്ക് ദിന ദാ തരികിടനക്ക് 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 തരികിടതക്ക് നക്ക് തരികിടതാ. ഞാൻ പിന്നെ വേറൊരു കാര്യം അറിഞ്ഞിരുന്നു, അവർ പറഞ്ഞറിഞ്ഞതാണ്. യൂറോപ്യൻസ് അവർ കുട്ടികളെ താളം പഠിപ്പിക്കുന്നത് ഈ റിതം സ്റ്റൈൽ പഠിപ്പിക്കുമ്പോൾ ഇത്തരം ചൊല്ലല്ല, അവർ വേറൊരു ടെക്നിക്കാണ് പ്രയോഗിക്കുന്നത്. അത് ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് പിന്നെ നമ്മളത് പ്രോഗ്രാമിൽ എവിടെയല്ലോ അത് വായിച്ചിട്ടുണ്ട്. അതായത് ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യും. ഇപ്പം ഇന്നൊരു ക്ലാസ്സിന് നമ്മളിപ്പോൾ ദിനക്ക് ദിൻ എന്നെല്ലാം പഠിപ്പിച്ചാൽ അടുത്ത ദിവസം ഇതൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ തക തക തത്ത തക തക തത്ത ആ ടൈപ്പ് ഒരു താളം നമ്മളിപ്പം ഡ്രമ്മിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് കോങ്കോ ഡ്രമ്മിലായാലും പഠിപ്പിച്ചാൽ അതിനൊരു ചൊല്ല് പറയും. യൂറോപ്യൻസ് അവർ പറഞ്ഞു കൊടുക്കുന്ന ചൊല്ല് ഭയങ്കര രസമാണ്. സാൻഡ്വിച്ച് പീനട്ട് ബട്ടർ, ഇങ്ങനെ പറയാം. പറഞ്ഞാട്ടെ, സാൻഡ്വിച്ച് പീനട്ട് ബട്ടർ. അത് പറഞ്ഞാൽ തീർച്ചയായും പിറ്റേന്ന് കുട്ടികൾ ഓർമ്മിച്ച് വരും. തക തക തത്ത ആ ഒരു താളം അവരെങ്ങനെ പറയും പഠിപ്പിക്കുക? സാൻഡ്വിച്ച് പീനട്ട് ബട്ടർ, സാൻഡ്വിച്ച് പീനട്ട് ബട്ടർ. അപ്പോൾ നമ്മളെ കൂടെ ഒരു ഡ്രം ഇവിടെ ഉണ്ട്, ജംബെ ഉണ്ട്. ആ ജംബയിൽ നമുക്ക് സാൻഡ്വിച്ച് പീനട്ട് ബട്ടർ ഒന്ന് വായിക്കാം. ആഫ്രിക്കക്കാരുടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ജംബെ. പിന്നെ അതേപോലെ പിന്നെ ഈ ജംബെ എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്ട്രുമെൻറ്റിൽ ഇത് എടുക്കാൻ കിട്ടൂല, അതാണ് ഒരു പ്രശ്നം. എന്നാലും ഞാൻ ഉയർത്തി കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ജംബെ. എൻ്റെ അമ്മ ഭയങ്കര സംഭവം അല്ലേ? അപ്പോൾ ഈ ജംബെ നമുക്ക് പിന്നെ ഇത് ആഫ്രിക്കൻസ് സാധാരണ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അറിയാം? ഏതിനാണ്? ആഘോഷങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്നു. പിന്നെ നൃത്തങ്ങൾക്ക് താളം വായിക്കാൻ ഇത് ജംബെ ഉപയോഗിക്കുന്നു. ജംബെ എന്ന ഈ ഇൻസ്ട്രുമെൻറ്റ് ആഫ്രിക്കൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ് അല്ലേ? അതിലും ഉണ്ട് ഇതുപോലത്തെ ചൊല്ലുകൾ. നമ്മളിപ്പം പറഞ്ഞ പോലെ ആഫ്രിക്കൻസിൻ്റെ ചൊല്ലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചൊല്ല് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏതൊരു സ്റ്റേജിൽ അത് എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചൊല്ലൊന്ന് പറഞ്ഞിട്ടെ? പ്രൊപ്പദോ പ്രൊപ്പദോ പദപ പാ പദാ പദി പാ പദ പ്രൊപ്പദോ പ്രൊപ്പദോ പദപ പാ പദാ പദി പാ പദ പ്രൊപ്പദോ പ്രൊപ്പദോ പാ പദാ പദി പാ പദ പ്രൊപ്പദോ പ്രൊപ്പദോ പദപ പാ പദാ പദി പാ പദ. പിന്നെ എനിക്കൊരു ചെറിയ സംശയമുണ്ടേ. ഞാൻ പലപ്പോഴും അച്ഛൻ എന്തോ ഒരു കഥയില്ലേ, ഇത് തബലേന്റെ എന്തോ ഒരു അച്ഛൻ ഇപ്പൊ തുടങ്ങിയ തബല വായിക്കാൻ? ഞാനത് എൻ്റെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ ഞാൻ തബല പഠിക്കാൻ തുടങ്ങിയത്. അത് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? വർഷം പറഞ്ഞുകൂടാ, അപ്പം എൻ്റെ വയസ്സ് മനസ്സിലാവില്ലേ? അതുകൊണ്ട് വർഷം പറയുന്നത് എനിക്ക് താല്പര്യമില്ല സുഹൃത്തെ. അപ്പോൾ അത് ആ ചെറുപ്പകാലത്ത് നമ്മൾ വീട്ടിൻ്റെ പിന്നിൽ കുറച്ച് സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്ന് ഞാനും അതിൻ്റെ കൂടെ കൂടും. നമ്മൾ ഒന്നുമില്ല, കുറച്ച് പാടുന്ന സുഹൃത്തുക്കളുണ്ട്, അവരുടെ കൂടെ താളം വായിക്കും. അപ്പോൾ വീട്ടിൽ 2 വലിയ ഡ്രം ഉണ്ടായിരുന്നു, ക്യാന്. ആ ഡ്രമ്മാണേ, ഈ ഡ്രമ്മല്ല. അതിൽ വെള്ളം നിറയ്ക്കാനുള്ള ഉപയോഗിക്കുന്ന ഡ്രമ്മാണ്. ഇതെടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ആ കെട്ടിയ വീട്ടിൻ്റെ അവിടെ പോയി നമ്മൾ മരത്തോണ്ട് ചെറിയ ചെറിയ കമ്പുകളെല്ലാം കൊണ്ട് കെട്ടി ഒരു വീടാക്കിയതാണ്. അവിടുന്ന് ചില ആൾ പാട്ട് പാടും, അപ്പോൾ ഈ ഡ്രമ്മിൽ കൊട്ടും, നല്ല ശബ്ദം അതിന്. അങ്ങനെ ഈ ക്യാനുകൾ 2ഉം അടിച്ച് പൊട്ടിച്ചു എന്ന് പറയാം അവസാനം. പിന്നെ പേടി തുടങ്ങി. പൊട്ടിയ ഇത് അച്ഛൻ കണ്ടാൽ തീർച്ചയായും അടി കിട്ടും. അപ്പോൾ ആ 2 ഡ്രമ്മും നമ്മൾ ഒളിപ്പിച്ച് വെച്ചെങ്കിലും അത് അച്ഛൻ കണ്ടിട്ടുണ്ടാവണം. പിറ്റേന്ന് ഒരു സെറ്റ് തബലയും
ഒരു പഠിപ്പിക്കാനുള്ള ഒരു മാസ്റ്ററെ അച്ഛൻ അറേഞ്ച് ചെയ്തു. അങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങിയത്. വലിയ സ്റ്റോറിയായി. സ്റ്റോറി കുറച്ച് കൂടുതൽ വലുത് തന്നെ. പക്ഷെ അങ്ങനെയുള്ള പ്രോത്സാഹനം കുട്ടിക്ക് കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് ഡെവലപ്പായി വരും. പിന്നെ അത് പിന്നെ വായിക്കാൻ തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ പാട്ട് പാടുന്നവരുടെയൊക്കെ, അല്ലെങ്കിൽ കണ്ണൂരിലെ ആ സമയത്ത് ഓരോ കോവിലുകളിലും ഓരോ ദിവസങ്ങളിലും കുറേ സംഗീതജ്ഞന്മാർ സമ്മേളിക്കും. അപ്പോൾ അച്ഛൻ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പാട്ടുകൾക്ക് നമ്മൾ പിന്നണി തബല വായിച്ച് മൃദംഗം വായിച്ച് പ്രാക്ടീസാക്കി. അങ്ങനെയാണ് ഒരു കഥയല്ല സത്യം. അപ്പോൾ കടന്നപ്പള്ളി പോലത്തെയാണ്. കടന്നപ്പള്ളിന്റെ വേറെയാണ് സാൻഡ്വിച്ച് പീനട്ട് ബട്ടർ എന്ന് പറയാം. കടന്നപ്പള്ളി താളം നമ്മൾ ഇതിന്റെ മുമ്പേ പോസ്റ്റ് ചെയ്തിരുന്നു, വീഡിയോ, എല്ലാരും പോയി കാണുക. കടന്നപ്പള്ളി എന്ന പേരിലുള്ള ഒരു താളം അത് പറഞ്ഞിരുന്നു. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്, കടന്നപ്പള്ളി താളം. അത് പോയിട്ട് കണ്ടല്ല. അല്ലാണ്ട് ഇപ്പൊ പറയാൻ പാടില്ല അല്ലേ? മിക്സായി പോകും. ആയിക്കോട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ താളത്തിനെ പറ്റിയുള്ള ഒരു ചർച്ച നിങ്ങൾ കണ്ടതിന് വളരെ സന്തോഷം. നമ്മുടെ ചാനൽ മനൂസ് മിറാക്കിൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.